ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഒരു കൺഫ്യൂഷനിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളൊക്കെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അതായത് അപ്പുറം വീഴുമോ ഇപ്പുറം വീഴുമോ അല്ലേ? ഒരു ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും നമുക്ക് പെട്ടെന്ന് കയറി പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. എനിക്കങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു. അതായത് എൻ്റെ ആ ഒരു പ്രശ്നത്തിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വിഷമിച്ചപ്പോഴായിരുന്നു ഞാൻ വല്ലാതെ ഒരു എന്താ പറയുക മെൻ്റൽ പ്രഷറിലായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കില്ല, അതെൻ്റെ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആയി. കാരണം എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ പറ്റുമെങ്കിൽ കുറേ നാൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, ബാക്കി എല്ലാം പിറകും. രണ്ടാമത് ആദ്യം നമ്മളെപ്പോഴും നമുക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും അങ്ങനെ കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, എനിക്കങ്ങ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടാമതാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹാപ്പിയായി. ഇപ്പം നിങ്ങൾ കണ്ടു പോകുന്നുണ്ട, പഴയ കണക്ക് തോന്നുന്നില്ലേ? എന്താ ഒരു മനസ്സമാധാനം ഇല്ലായ്മയായിരുന്നെന്ന് അറിയാമോ? ഇപ്പോൾ സുഖം. കയ്യാലപ്പുറത്തുനിന്ന് തേങ്ങ ഒരു വശത്തോട്ട് വീണു. അതായത് ഡിസിഷൻ ഞാൻ എടുത്തു. ഡിസിഷൻ എടുത്തപ്പോൾ സമാധാനമായി. എന്താ പറയുക, അപ്പോൾ ഈ വളരെ വളരെ വിഷമകരമായ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്ത, മെൻ്റലി സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട്. അവർക്കെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. അത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട എൻ്റെ കൂട്ടുകാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ കൂടെ നിന്നതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന്, എനിക്ക് നല്ല വാക്കുകൾ എനിക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചതിന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മാത്രമല്ല നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് ഒരു താങ്ങാവാൻ കഴിയട്ടെ, ഒരു ആശ്വാസ വാക്കാവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്കാർക്കും പൈസ കൊടുത്ത് എല്ലാവരും സഹായിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല വാക്കുകൾ കൊണ്ട് നല്ല അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു സമ്മാനിക്കാൻ പറ്റും. ഓക്കെ, ബൈ.